എന്നീ ആസ്ഥാനത്തിൻ്റെ കേരള ലക്ഷദ്വീപ് എന്നീ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി എത്ര മണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനായി ഈ ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക? കെ.പി. സുരേഷ്, രാജ്യത്ത് തന്നെ NIAക്ക് സ്വന്തമായുള്ള ഒരു ആസ്ഥാന മന്ദിരം, അത് രണ്ടാമത്തേതാണ് കേരളത്തിൽ ഇപ്പോൾ എറണാകുളം കളമശ്ശേരിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനായി നിർവഹിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഈ ആസ്ഥാന മന്ദിരം ഒരുക്കിയിട്ടുള്ളത്. 3 ഏക്കർ സ്ഥലത്താണ് ഇത്തരത്തിൽ 2020 നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം 2 തവണ അമിത്ഷാ തന്നെ നേരിട്ട് ഇതിൻ്റെ നിർമ്മാണ പുരോഗതിയും എല്ലാം വിലയിരുത്തി ആ രീതിയിൽ സ്ഥാപിച്ച ഒരു ആസ്ഥാന മന്ദിരമാണ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതുവരെയും വാടകയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇത് കേരളത്തെ അതോടൊപ്പം തന്നെ ലക്ഷദ്വീപുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാണ് പ്രധാനമായും ഇത്തരം ഒരു ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, ഇത് ഈ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ NIAയുടെ ആസ്ഥാന മന്ദിരമാണ്. അത് സ്വന്തമായി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അതിലുപരി തീവ്രവാദ ബന്ധങ്ങളുമായും മറ്റും ബന്ധപ്പെട്ട് കേരളത്തിലും മറ്റുമുണ്ടാകുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആസ്ഥാന മന്ദിരം സ്ഥാപിച്ച് പ്രവർത്തനം വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അടക്കമുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഏറെ നിർണായകമായ ഒരു നീക്കമായി തന്നെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണത്തെയും നമുക്ക് കാണാൻ കഴിയും. കെ.പി. സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.